കടലമാവ് ചേർത്താൽ ഞാൻ ഇന്ന് മുറുക്കുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ജീരകം, എള്ള്, കടലമാവ് 1/2 ഗ്ലാസ്, അരിപ്പൊടി വേണം, കുറച്ച് നെയ്യ്, ഉപ്പ് ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടി ഇടണം. അപ്പത്തിനും ഒക്കെ പറ്റിയ അരിപ്പൊടിയാണ്, നൈസായിട്ടുള്ള അരിപ്പൊടി. ഇത് വാങ്ങിച്ചതല്ല, ഞാനിവിടെ പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. 1 ഗ്ലാസ് അരിപ്പൊടി, അതിലേക്ക് 1/2 ഗ്ലാസ് കടലമാവ്, ചെറിയ ചൂടോടെ നെയ്യ്, കുറച്ച് എള്ള്, 1/2 ടീസ്പൂണ് ജീരകം, ആവശ്യത്തിന് ഉപ്പ്. അധികം ചൂടുവേണ്ട, ചെറിയ ചൂടുവെള്ളം, കൈ വെച്ചാൽ കൊള്ളാൻ പാടില്ല, അത്രയുള്ള ചൂടുവെള്ളം കൊണ്ട് എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാനിവിടെ എരിവ് ചേർക്കുന്നില്ല, മുളക് പൊടി ചേർക്കണില്ല. കൊച്ചുങ്ങളൊക്കെ കഴിക്കേണ്ടതാണ്, അതുകൊണ്ട് തന്നെ ചേർക്കുന്നില്ല. പിന്നെ ഇവിടെ സാധാരണ മുറുക്കുണ്ടാക്കുന്നത് ഇങ്ങനെ കടലമാവ് ചേർക്കാറില്ല. അരിപ്പൊടി, ഉഴുന്നും നാളികേരമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമായിട്ടാണ് ഞാൻ കടലമാവ് ചേർത്ത് മുറുക്കുണ്ടാക്കുന്നത്. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ ടൈറ്റ് ആവാനും പാടില്ല. അപ്പൊ ആ ചീമ് വീഴാണ്ട് വരും. അപ്പൊ കുഴച്ച് അല്ല, ഇത് അധിക സമയം വയ്ക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത് തിരിച്ചെടുക്കണം. ഗ്യാസ് ഓൺ ചെയ്ത് പാത്രത്തിലേക്ക് വെച്ച് എണ്ണ ഒഴിക്കും. ചെറിയ ഉരുളകളാക്കി മാവ് ഇതിലേക്ക് വെക്കുക. എണ്ണ ചൂടായി ഞാൻ ഇതിലേക്ക് മുറുക്ക്
ചെറിയ മുറുക്കെല്ലാം ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെ ഒന്നിച്ച് പിഴിഞ്ഞെടുത്തിട്ട് വറുത്തെടുത്ത് എന്നിട്ട് നുറുക്കി ഇടുള്ളൂ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. എനിക്ക് മറ്റേ ചെറിയ മുറുക്ക് ഉണ്ടാക്കാൻ അത്ര എക്സ്പീരിയൻസ് ഇല്ല. കളറായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്കില്ല. പതളാക്കി കഴിഞ്ഞാൽ വറുത്ത് കോരിയെടുത്തു. നല്ല അടർത്തുള്ള